ഹലോ ഫ്രണ്ട്സ്, കുറച്ച് കോവയ്ക്ക മെഴുക്ക് പുരട്ടി എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിലേക്ക് ആവശ്യമായത് കോവയ്ക്ക അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 2 കഷ്ണം വെളുത്തുള്ളി ചതച്ചതും കറിവേപ്പിലയും. പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും കറിവേപ്പിലയും കൂടെ ഇട്ട് സവാള ഒന്ന് പകുതി മൂപ്പിച്ചെടുക്കാം. സവാള ഒന്ന് പകുതി വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് പിന്നെ അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കായപ്പൊടി. നിങ്ങൾ ഇങ്ങനെ ചേർത്ത് വച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെ ചേർത്ത് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കണം. നല്ല ടേസ്റ്റാണ്. ആ പാകത്തിന് ഉപ്പ്. കോവയ്ക്ക മെഴുക്ക് പുരട്ടുമ്പോൾ ഇങ്ങനെ ഈ പൊടികളെല്ലാം ചേർത്ത് മെഴുക്ക് പുരട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമുക്ക് പൊടി മൂത്ത് വരുമ്പോഴത്തേക്ക് പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കോവയ്ക്ക ഇട്ട് കൊടുക്കാം. ഇളക്കി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. കോവയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.